നമ്മുടെ മനസ്സിലും ശരീരത്തിലും ഒളിഞ്ഞിരിക്കുന്ന നെഗറ്റീവ് ചിന്തകളെയും നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത എല്ലാ ടോക്സിനുകളും നമ്മുടെ ശരീരത്തിൽ നിന്നും സ്വതന്ത്രമാക്കുന്നതിനുള്ള ലെറ്റിംഗ് ഗോ മെഡിറ്റേഷൻ. നട്ടെല്ല് നിവർത്തി സുഖകരമായ അവസ്ഥയിൽ ഇരിക്കുക. ജെൻ്റ്ലി ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടച്ചു വയ്ക്കുക. നമ്മുടെ ശരീരവും മനസ്സുമായി അഭേദ്യമായ ബന്ധമുള്ളതുകൊണ്ട് തന്നെ ശരീരത്തിനെ ശാന്തമാക്കുമ്പോൾ മനസ്സ് ശാന്തമാകുന്നത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ മനസ്സ് ശാന്തമാകുമ്പോൾ ശരീരവും ശാന്തമാകും. ഈ ധ്യാനത്തിൻ്റെ ആദ്യപടിയായി ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും റിലാക്സ് ചെയ്യപ്പെടുന്നതായി സങ്കല്പിക്കുക. അതിൻ്റെ ഭാഗമായി നമ്മുടെ ശരീരത്തിലെ അടിമുതൽ മുടി വരെയുള്ള ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും റിലാക്സ് ചെയ്യുവാൻ പോവുകയാണ്. ആദ്യമായി വലത് കാൽ വിരൽ മുതൽ അരക്കെട്ട് വരെയുള്ള വലത് കാൽ റിലാക്സ്. ഇനി ഇടതുകാൽ വിരൽ മുതൽ അരക്കെട്ട് വരെയുള്ള വലത് കാലിൻ്റെ ഭാഗം മുഴുവനായും റിലാക്സ് ചെയ്യപ്പെടുന്നതായി സങ്കല്പിക്കുക. ഇനി ശ്രദ്ധയെ അരക്കെട്ടിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. അരക്കെട്ടിൻ്റെ എല്ലാ ഭാഗങ്ങളും റിലാക്സ് ചെയ്യപ്പെടുന്നതായി സങ്കല്പിക്കുക. ഇനി ശ്രദ്ധയെ വയറിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. വയറിൻ്റെ ഭാഗത്തുള്ള എല്ലാ അവയവങ്ങളും മനസ്സിൽ കാണുക. ചെറുകുടൽ, വൻകുടൽ, ആമാശയം, കിഡ്നി മുതലായവ എല്ലാ അവയവങ്ങളും മനസ്സിൽ കാണുകയും അത് റിലാക്സ് ചെയ്യപ്പെടുന്നതായും സങ്കല്പിക്കുക. ഇനി ശ്രദ്ധയെ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. നെഞ്ചിൻ്റെ ഭാഗത്തുള്ള എല്ലാ അവയവങ്ങളും റിലാക്സ്. ലങ്സ്, ലിവർ, പാൻക്രിയാസ്, ഹാർട്ട് എല്ലാം റിലാക്സ്. ഇനി വലത് കൈ വിരൽ മുതൽ ഷോൾഡർ വരെയുള്ള വലത് കൈയുടെ എല്ലാ ഭാഗവും റിലാക്സ്. ഇനി ശ്രദ്ധയായി ഇടത് കൈവിരൽ മുതൽ ഷോൾഡർ വരെയുള്ള ഭാഗം റിലാക്സ് ചെയ്യപ്പെടുന്നതായി സങ്കല്പിക്കുക. റിലാക്സ്. ഇനി ശ്രദ്ധയെ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. കഴുത്തിൻ്റെ ഭാഗം മുഴുവനായും റിലാക്സ് ചെയ്യപ്പെടുന്നതായി സങ്കല്പിക്കുക. അപ്പർ ഷോൾഡേഴ്സ്, ഷോൾഡർ ബ്ലേഡുകൾ എല്ലാം റിലാക്സ്. ഇനി ശ്രദ്ധയെ കഴുത്തിന് മുകളിലുള്ള മുഖത്തും തലയിലുമുള്ള എല്ലാ അവയവങ്ങളിലേക്കും ശ്രദ്ധയെ കൊണ്ടുവരിക. ഇനി പറയുന്ന എല്ലാ അവയവങ്ങളും റിലാക്സ് ചെയ്യപ്പെടുന്നതായി സങ്കല്പിക്കുക. കീഴ്ത്താടി, താഴെ ചുണ്ട്, മേലെ ചുണ്ട്, മൂക്ക്, 2 കവിളുകളും 2 ചെവികളും, ലോവർ ഗം ആൻഡ് അപ്പർ ഗം, 2 കണ്ണുകളും പുരികങ്ങളും നെറ്റി,
തലയുടെ ഉൾഭാഗം, തലയുടെ മുൾഭാഗം, തലയുടെ പിൻഭാഗം എല്ലാം റിലാക്സ്, റിലാക്സ്. ഇപ്പോൾ കാൽവിരൽ മുതൽ മുടിയുടെ അറ്റം വരെയുള്ള ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും റിലാക്സ് ചെയ്യപ്പെട്ടിരിക്കുന്നതായി സങ്കല്പിക്കുക. റിലാക്സ്, റിലാക്സ്. ഇനി ശ്രദ്ധയെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ശ്വാസമുള്ളിലേക്ക് വലിക്കുമ്പോൾ അനുഭവപ്പെടുന്ന തണുപ്പും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ അനുഭവപ്പെടുന്ന ചൂടും നോക്കിക്കാണുക. ഇൻഹേൽ ആൻഡ് എക്സേൽ, ഇൻഹേൽ ആൻഡ് എക്സേൽ. ഈ ശ്വാസം ഒരു സാക്ഷീഭാവത്തിൽ നോക്കിക്കാണുക മാത്രം ചെയ്യുക. ചിന്തകൾ കടന്നു വരുമ്പോൾ അവയെ നോക്കിക്കാണുക മാത്രം ചെയ്യുക. അതിനെ ബലം പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത്. ശ്രദ്ധയെ ശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ഇപ്പോൾ മനസ്സിനനുഭവപ്പെടുന്ന അശാന്തമായ അവസ്ഥയെ നോക്കിക്കാണുക. ഇപ്പോൾ നാം കോൺഷ്യസ് മൈൻഡിൽ നിന്നും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് സാവധാനം മാറുന്നതായി സങ്കല്പിക്കുക. അതായത് ബീറ്റ സ്റ്റേജിൽ നിന്നും ആൽഫ സ്റ്റേജിലേക്ക് സാവധാനം മാറിപ്പോകുന്നതായി സങ്കല്പിക്കുക. അപ്പോഴനുഭവപ്പെടുന്ന സുഖകരമായ അവസ്ഥയെ അനുഭവിച്ചറിയുക. ഇനി നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഗോളാകൃതിയിൽ ഒരു എനർജി കറങ്ങിക്കൊണ്ടിരിക്കുന്നതായി സങ്കല്പിക്കുക. യൂണിവേഴ്സൽ എനർജി. നമ്മുടെ പ്രപഞ്ചശക്തി നമ്മുടെ ശരീരത്തിൻ്റെ മുകളിലായി മൂർധാവിന് മുകളിൽ വെള്ള കലർന്ന നീല നിറത്തിൽ ഒരു ഫുട്ബോളിൻ്റെ വലിപ്പത്തിൽ അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ എനർജി സാവധാനം നമ്മുടെ മൂർധാവിലൂടെ ശരീരത്തിലേക്ക് ഇറങ്ങി വരുന്നതായി സങ്കല്പിക്കുക. അതിങ്ങനെ തലച്ചോറിലൂടെ, കണ്ണിലൂടെ, മൂക്കിലൂടെ, കവിളിലൂടെ, 2 ചെവികളിലേക്കും സാവധാനം അത് കഴുത്തിലേക്കും ഇറങ്ങുന്നതായി സങ്കല്പിക്കുക. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ നിറം സാവധാനം നീല കളർന്ന വെള്ള നിറമായി മാറുന്നതായി സങ്കല്പിക്കുക. ഇത് നമുക്ക് പ്രപഞ്ചം തരുന്ന ഒരു എനർജിയാണെന്നും നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും അത് കുളിർപ്പിക്കുകയും ആരോഗ്യമുള്ളതാക്കി ചെയ്യുന്നതായും സങ്കല്പിക്കുക. അത് സാവധാനം 2 കൈകളിലേക്കും ആഴ്ന്നിറങ്ങുന്നു. പിന്നീട് നമ്മുടെ ചെസ്റ്റ്, സ്റ്റൊമക്ക്, ഹിപ്പ്,
അങ്ങനെ 2 കാലുകളിലേക്കും അത് ആഴ്ന്നിറങ്ങുന്നു. ഇപ്പോൾ നമ്മുടെ കാല് രണ്ടും ഒരു ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ, ഒരു സ്ട്രീമിൽ, പെബിൾസൊക്കെയുള്ള നിറയെ കളകള ശബ്ദത്തോടുകൂടി സ്ഫടിക രൂപത്തിൽ ഒഴുകുന്ന വെള്ളത്തിലേക്ക് കാൽ വയ്ക്കുന്നതായി സങ്കല്പിക്കുക. കാൽ വെള്ളത്തിൽ വെച്ചപ്പോൾ ആ ഒഴുകുന്ന വെള്ളത്തിൽ ഈ എനർജി നമ്മുടെ ശരീരത്തിലൂടെ പാസ് ചെയ്ത് ആ വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്നതായി സങ്കല്പിക്കുക. അപ്പോൾ അതൊരു കലങ്ങിയ വെള്ളമായി മാറുന്നതായി സങ്കല്പിക്കുക. ഒരു കലങ്ങിയ വെള്ളം ഇങ്ങനെ ഒഴിച്ചു പോകുമ്പോൾ നാം മനസ്സിലാക്കുന്നു അതെന്നിലുള്ള നെഗറ്റീവ് ചിന്തകളും എന്നിലുള്ള ശരീരത്തിനാവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും ഒഴുകിപ്പോകുന്നതായും എൻ്റെ മനസ്സും ശരീരവും അതുവഴി പോസിറ്റീവായി മാറിക്കൊണ്ടിരിക്കുന്നതായും സങ്കല്പിക്കുക. അത് കാണുമ്പോൾ നമ്മൾ മനസ്സിൽ സന്തോഷം നിറയുന്നതായും സങ്കല്പിക്കുക. എന്തെന്നില്ലാത്ത ഒരു റിലാക്സ്, ശാന്തത മനസ്സിന് അനുഭവപ്പെടുന്നതായി സങ്കല്പിക്കുക. അല്പനേരം കഴിഞ്ഞപ്പോൾ ആ വെള്ളത്തിലേക്ക് നോക്കുന്ന സമയത്ത് ആ കലങ്ങുന്നത് മാറിയിരിക്കുന്നു. ഇപ്പോൾ തെളിഞ്ഞ വെള്ളം തന്നെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളും, നെഗറ്റീവ് ആയിട്ടുള്ള ശരീരത്തിനെ ദോഷം വരുത്തുന്ന എല്ലാ കാര്യങ്ങളും ഒലിച്ചു പോയതായി സങ്കല്പിക്കുക. ഇപ്പോൾ നമ്മളുടെ ശരീരം പൂർണ്ണമായും ഒരു പോസിറ്റീവ് സ്റ്റേറ്റിലേക്ക് മാറിയിരിക്കുന്നു. ഇത് നാം നമ്മുടെ മാനസികവും ശാരീരികവുമായ അഭിവൃദ്ധിക്ക് കാരണമാക്കുന്നതായി സങ്കല്പിക്കുക. ഇനി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും കോൺഷ്യസ് മൈൻഡിലേക്ക് തിരിച്ചു വരാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായി നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം മുഴുവനായും ഒന്ന് മനസ്സിൽ കാണുക. ശരീരം മുഴുവനായി മനസ്സിൽ കാണുക. കൈകാലുകൾ പതുക്കെ ഒന്ന് ചലിപ്പിക്കുക. കഴുത്ത് 2 ഭാഗത്തേക്കും ഒന്ന് തിരിക്കുക. ഇനി ഉള്ളംകൈ ചേർത്ത് പിടിച്ച് 2 കൈയും റബ്ബ് ചെയ്ത് ചൂടനുഭവപ്പെടുന്ന സമയത്ത് കണ്ണിലും മുഖത്തും ശരീരത്തിലുമെല്ലാം അത് തടവിയതിന് ശേഷം സാവധാനം കണ്ണുകൾ തുറക്കുക.